നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനിലെ അവസാന ഭാഗമായ റോളിംഗ് മോഷനാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് റോളിംഗ് മോഷൻ എന്നും എന്താണ് റോളിംഗ് മോഷൻ വിത്തൗട്ട് സ്ലിപ്പിംഗ് അതിനുള്ള കണ്ടീഷനും നമ്മൾ പഠിച്ചു. ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേഷൻ ഫോർ റോളിംഗ് കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ഒബ്ജക്റ്റ്. ഈ ഡെറിവേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ബേസിക് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അതായത് ഏതൊരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും ഐ ഈസ് ഈക്വൽ ടു നമുക്ക് എക്സ്പ്രസ് ചെയ്യാം എം കെ സ്ക്വയർ. ഇവിടെ എം എന്ന് വെച്ചാൽ മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാസ് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നുള്ള ആ ഡിസ്റ്റൻസ് ആണ്, റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അതേപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇക്വേഷനാണ് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. അതായത് വി ഈസ് ഈക്വൽ ടു ഒമേഗ ആർ. ഇത് ബോർഡ് എക്സാമിന് ഒരു മാർക്കിന് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ നമ്മളൊരു റിജിഡ് ബോഡിയെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷൻ്റെയും റൊട്ടേഷണൽ മോഷൻ്റെയും കോമ്പിനേഷനാണ് റോളിംഗ് മോഷൻ എന്ന് പഠിച്ചല്ലോ. അപ്പോൾ ട്രാൻസ്ലേഷണൽ മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ അവിടെ വി എന്നുള്ളത് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് വി സി എം എന്നതിനെ സൂചിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഒമേഗ ഇസ് ഈക്വൽ ടു വി സി എം ബൈ ആർ എന്ന ഇക്വേഷൻ, അതായത് ഒമേഗ ഇവിടെ വെച്ചിട്ട് ആർ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, ഇക്വേഷൻ നമ്പർ ബി. ഈ രണ്ട് ഇക്വേഷനും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ഡെറിവേഷൻ വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെറിവേഷനിലേക്ക് കിടക്കാം. അപ്പോൾ റോളിംഗ് മോഷൻ എന്നുള്ളത് കൈനറ്റിക് എനർജി, നമുക്ക് റോളിംഗ് മോഷൻ എന്നുള്ളത് ട്രാൻസ്ലേഷണൽ മോഷൻ്റെയും റൊട്ടേഷണൽ മോഷൻ്റെയും സമ്മാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് മോഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷണൽ മോഷൻ. അതായത് എനിക്കിവിടെ എഴുതാം കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് മോഷൻ, അതിന് നമുക്ക് ആർ എന്നെടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു സം ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷണൽ മോഷൻ. ഇവിടെ ആർ എന്നുള്ളത് റോളിംഗ് എന്നും ടി എന്നുള്ളത് ട്രാൻസ്ലേഷണൽ മോഷൻ എന്നും ആർ ടി എന്നുള്ളത് റൊട്ടേഷണൽ മോഷൻ എന്നും നമ്മൾ എടുക്കണം. അപ്പോൾ കൈനറ്റിക് എനർജി റോളിംഗ് മോഷൻ എന്താ എനിക്ക് എഴുതാൻ പറ്റുക? കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ നമുക്ക് അതിൻ്റെ ജനറൽ ഇക്വേഷൻ അറിയാം, ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലേ. ഇവിടെ നമ്മൾ സെൻറ്റർ ഓഫ് മാസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ട്രാൻസ്ലേഷൻ മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആണ്, റിജിഡ് ബോഡിയെ കുറിച്ച് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയാണ്, പ്ലസ് ഹാഫ് ഇൻറ്റു ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിൻ്റെ റൊട്ടേഷണൽ ഇക്വലൻ്റ് എങ്ങനെ എഴുതുക? മാസിൻ്റെ റൊട്ടേഷണൽ ഇക്വലൻ്റ് ആണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് നമ്മൾ പഠിച്ചു. ലീനിയർ വെലോസിറ്റിൻ്റെ റൊട്ടേഷണൽ ഇക്വലൻ്റ് ആണ് ആംഗുലാർ വെലോസിറ്റി. ഇവിടെ സ്ക്വയർ ഉള്ളത് കൊണ്ട് ഇവിടെയും സ്ക്വയർ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ, ഇവിടെ ഇതിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ ഒമേഗ ഈസ് ഈക്വൽ ടു വി സി എം ബൈ ആർ, ഇതിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എഴുതാം കൈനറ്റിക് എനർജി റോളിംഗ് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സി എം സ്ക്വയറിന് മാറ്റമൊന്നുമില്ല, പ്ലസ് ഹാഫ് ഐ ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ കൊടുക്കാം, എം കെ സ്ക്വയർ ഇൻറ്റു ഒമേഗ ഈസ് ഈക്വൽ ടു വി സി എം ബൈ ആർ ആണ്. പക്ഷേ ഇവിടെ ഒമേഗ സ്ക്വയർ ആണ്, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ക്വയർ എടുക്കണം. അപ്പോൾ നമുക്ക് വി സി എം സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് എൻ്റെ കൂടെ എഴുതണേ, ഒന്ന് ഗസ് ചെയ്തേ. ഇവിടുന്ന് ഹാഫ് എം വി സി എം സ്ക്വയർ ഇവിടെയുമുണ്ട്, അതുപോലെ ഹാഫ് എം വി സി എം സ്ക്വയർ ഇവിടെയുണ്ട്. അത് നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു എം വി സി എം സ്ക്വയർ, ഇവിടെ ഫുൾ ഹാഫ് എം വി സി എം സ്ക്വയർ പുറത്താണ്, അതുകൊണ്ട് 1 പ്ലസ് ഇവിടെ കെ സ്ക്വയറും ബാക്കിയുണ്ട്, അതുപോലെ ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയറും ബാക്കിയുണ്ട്. ഇതാണ് ഞാനിപ്പോൾ ഈ ബോക്സിലാക്കി വെച്ച ഈ ഇക്വേഷനാണ് കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് മോഷൻ ഓഫ് എ റോളിംഗ് ഒബ്ജക്റ്റ്. ഇവിടെ പ്രത്യേകം എഴുതി വെക്കുക, ദിസ് ഇക്വേഷൻ ഈസ് ആപ്ലിക്കബിൾ ഫോർ എനി റോളിംഗ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും മനസ്സിലാവില്ല.
അതായത് റോൾ ചെയ്യുന്ന ഒബ്ജക്റ്റുകൾക്ക് എക്സാമ്പിളാണ് റിങ്, അതുപോലെ ഡിസ്ക്, ഹോളോ സിലിണ്ടർ, സോളിഡ് സിലിണ്ടർ, സ്ഫിയർ ഒക്കെ അല്ലേ. അപ്പോൾ ഏതിനും നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. എന്ത് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ? അവിടെ ഓരോന്നിൻ്റെയും റേഡിയസ് ഓഫ് ഗൈറേഷൻ വ്യത്യാസം ഉണ്ടാവും. അത് മാത്രം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാറിയാൽ മതി. അതിനനുസരിച്ച് റോളിംഗ് കൈനറ്റിക് എനർജിയിൽ നമുക്ക് വ്യത്യാസം കാണാം. ഇനി നമുക്കൊരു ചെറിയ ടോപ്പിക് കൂടി നോക്കാം. കമ്പാരിസൺ ബിറ്റ്വീൻ ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. കുറേയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കൂ. ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിന് ഇക്വലൻ്റ് ആയ റൊട്ടേഷണൽ ഇക്വലൻ്റ് ആണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ വെലോസിറ്റി വി അതിന് നമുക്കറിയാം ഒമേഗയാണ് അതിൻ്റെ റൊട്ടേഷണൽ ഇക്വലൻറ്റ്. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടിക്ക് പകരം നമുക്ക് ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതാം. അതുപോലെ ആക്സിലറേഷന് പകരം ആംഗുലാർ ആക്സിലറേഷൻ ആണ് റൊട്ടേഷണൽ ഇക്വലൻ്റ് വരുന്നത്. ഡി വി ബൈ ഡി ടി പകരം വിക്ക് പകരം ഒമേഗ നമ്മളിവിടെ പഠിച്ചതുകൊണ്ട് ആൽഫ ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി. മാസ് എം ആണ് ലീനിയർ, അതിൻ്റെ റൊട്ടേഷണൽ ഇക്വലൻ്റ് ആണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ. ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്, അതിൻ്റെ റൊട്ടേഷണൽ ഇക്വലൻ്റ് ആണ് ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫ. വർക്ക് ഡൺ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡി എസ് ആണെങ്കിൽ വർക്ക് ഡൺ ഇൻ റൊട്ടേഷണൽ ഇക്വലൻ്റ് ഓഫ് വർക്ക് ഡൺ ആണ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ടോ ഡി തീറ്റ. അവിടെ ഡി ഡബ്ല്യു എന്ന് എഴുതണം. സ്മോൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ടോ ഡി തീറ്റ. അതുപോലെ കൈനറ്റിക് എനർജി കെ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ നമ്മളിപ്പോൾ തൊട്ട് മുമ്പേ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷണൽ ഇക്വലൻ്റ് ആണ് കെ ഇസ് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഇവിടെ കെ എന്നുള്ളത് കൊണ്ട് കെ ഇ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, കെ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അതുപോലെ പവർ പി ഇസ് ഈക്വൽ ടു എഫ് വി, അതിൻ്റെ പവർ നമുക്ക് പി ഇസ് ഈക്വൽ ടു ടോ ഒമേഗ. ഇനി ലീനിയർ മൊമെൻ്റ് ആണെങ്കിൽ പി ഇസ് ഈക്വൽ ടു എം വി ആണ്, അതിൻ്റെ റൊട്ടേഷണൽ ഇക്വലൻ്റ് ആണ് ആംഗുലാർ മൊമെൻറ്റം എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ. ഇതൊന്ന് നോക്കി ഒന്ന് പരിചയപ്പെട്ട് വെക്കുന്നത് നന്നായിരിക്കും. ക്വസ്റ്റ്യൻസ് വരുമ്പം പെട്ടെന്ന് തന്നെ അത് അറ്റൻഡ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത്രയാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെലോസിറ്റി ഓഫ് എ റോളിംഗ് ഒബ്ജക്റ്റ് അറ്റ് ദ ബോട്ടം ഓഫ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ.